ചില യാത്രകൾ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല, കൂടെയുള്ള മനുഷ്യരാണെന്നേ. കുട്ടിക്കാലം മുതൽ തന്നെ പിണങ്ങി പിണങ്ങി അടുത്ത ഒരു സൗഹൃദം. നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന പേനാമഷിയുടെ കഥ തന്നെയുണ്ട് ഞങ്ങൾക്ക് പിറകിൽ. ഞാനും ബീനാമോളും അച്ഛയും കൂടെ പോകുന്നത് എൻ്റെ ബാല്യകാല സുഹൃത്തും സഹോദരിയുമായ ഷേബയുടെ അടുത്തേക്കാണ്. ഞങ്ങളുടെ ക്രൈം പാർട്ട്നേഴ്സായ ഇവർ കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ടാണ്. അവരും ഞെട്ടി, ഞങ്ങളും ഞെട്ടി. ഞെട്ടി മാമ, കുട്ടി മാമ, കുട്ടി മാമ, ഞങ്ങൾ ഞെട്ടി. കാരണം രണ്ടുപേർക്കും ഏകദേശം ഒരേ ചായയായിരുന്നു. മുഖച്ഛായയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടു. കുറേ നാളുകൾക്ക് ശേഷം കണ്ടതിനാൽ കുറച്ചേറെ കഥകളുണ്ടായിരുന്നു പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഥകളൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ പോയത് കോന്നി ആനക്കൂട്ടിലേക്കാണ് കേട്ടോ. എൻ്റെയും ഷേബയുടെയും സൗഹൃദത്തിലുപരി നമ്മുടെ വീട്ടുകാർ തമ്മിലും നല്ല സൗഹൃദത്തിൽ തന്നെയാണ് കേട്ടോ. കോന്നി ആനക്കൂട്ടിൽ ആദ്യമായിട്ടല്ല പോകുന്നത്, എങ്കിൽ പോലും നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ പോയപ്പോൾ ആ ഒരു ഇത്രയും സ്ഥലവും അവിടുത്തെ കാഴ്ചകളും അതിമനോഹരമായിട്ട് തന്നെ തോന്നി കേട്ടോ. ഞങ്ങളെല്ലാവരും അന്നത്തെ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടിക്കാലത്തെ ഓർമ്മകളായി വരക്കാൻ ഊഞ്ഞാലുകളാടിയും തമാശകൾ പറഞ്ഞും കുറേ നേരം ഇരുന്നു. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു യാത്ര അനിവാര്യം തന്നെയാണ്. നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. വേറൊരാൾ അത് കൊണ്ടുതരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയുമുള്ള ജീവിതത്തിലെ കൊച്ചു കൊച്ചു തമാശകളും സന്തോഷങ്ങളുമുള്ള ഒരു ദിവസം കൂടെ കടന്നുപോയി.